ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര അച്ഛനെ അമ്മയെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടാണ്. അവർ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോവാട്ടോ. മിത്ര നേരെ ആര്യൻ്റെ മുറിയിലേക്ക് വരികയാണ്. ആര്യൻ അവിടെ സങ്കടത്തിലിരിക്കുകയാണ്. മിത്രയെ കണ്ടതും മനസ്സിലുള്ള സ്നേഹം എല്ലാം പുറത്തോട്ട് അങ്ങ് ചാടിപ്പോയി. ഓടി ചെന്ന് അങ്ങ് കെട്ടിപ്പിടിക്കാനാട്ടോ ആര്യനെ. എന്നിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് രണ്ടുപേരും. എന്നിട്ട് മനസ്സ് തകർന്ന ആര്യൻ ആ കട്ടിലേക്ക് പോയിരിക്കുമ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട്, മതി മതി, എന്തിനാ ആര്യ ഇങ്ങനെ കരയണത്? അത്യാവശ്യത്തിൽ കൂടുതൽ നീയും കരഞ്ഞു, ഞാനും കരഞ്ഞു. ഇനി മതി, ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് പോകുന്നു വിചാരിച്ചില്ലേ? അങ്ങനെ സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കണ്ട. ജീവിതകാലം മുഴുവനും എന്നെ ചുമന്നേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പോകാത്തതിൻ്റെ വിഷമം കൊണ്ടാണോ ഇനി കരഞ്ഞത്? രക്ഷപ്പെട്ടു എന്ന് കരുതി കാണുമല്ലേ? അങ്ങനെയല്ല മിത്രേ, ഒരു നിമിഷം എന്താ വിചാരിച്ചത്? ഞാൻ പോകുമെന്ന് വിചാരിച്ചല്ലേ? അപ്പം എന്നെ മനസ്സിലാക്കിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ല, നീ പോയപ്പോഴേ ഞാനാണെങ്കിലേ ഒന്ന് കൈയെടുത്തായിരുന്നു നിന്നെ തടയാനായിട്ട്. നീ അത് കണ്ടില്ല. ആര് പറഞ്ഞു കണ്ടില്ലെന്ന്? ഞാനത് കണ്ടു. പക്ഷേ അപ്പം എനിക്ക് ദേഷ്യം വന്നത്. എന്നാലും ആരും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയിട്ടോ. എന്തായാലും ആരിനൊരു കാര്യം, എന്തായാലും കൃഷ്ണമംഗലത്തേക്ക് പോവേണ്ട ഒരു സാഹചര്യം വന്നാലേ അത് കാക്ക മലന്ന് പറക്കണം, എന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്നിങ്ങനെ മിത്ര ആര്യനോട് ഇങ്ങനെ പറയാനട്ടോ. അപ്പം നമ്മുടെ ആര്യനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും സ്നേഹവും ഒക്കെ കൂടിയിട്ടുള്ളൂ. പിന്നെ എന്തായാലും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. പക്ഷേ ആര്യനാണെങ്കിലോ ഈ ഒരു സാഹചര്യം വന്നാൽ ആര്യൻ എന്താ ചെയ്യും? ആരും മിണ്ടാതിരിക്കട്ടോ. അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ എങ്ങനെ വിട്ടിട്ട് പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ ഉന്നെ ഞാൻ കൊന്നിടുവേ എന്ന് പറഞ്ഞാൽ കഴുത്തിലേക്ക് അങ്ങ് പിടിക്കാനായിട്ട് വീണ്ടും ആര്യന് സ്നേഹം കൂടി മിത്രയെന്ന് വിളിക്കുകയാണ്. എന്താ ആര്യ ഇത്? ഇത്രയായിട്ട് സെൻറ്റി ഒന്നും തീർന്നില്ലേ? താങ്ക് യു മിത്ര എന്ന് പറയട്ടോ. താങ്ക് യു. ഭർത്താവാണെന്ന് ഞാൻ നോക്കില്ല, ഒരു തൊഴി അങ്ങോട്ട് വെച്ച് തരും. എന്തിനാ താങ്ക്സ് പറയുന്നത്? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ? പരസ്പരം എന്തിനാ ഇങ്ങനെ താങ്ക്സ് പറയുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഒന്നിച്ചവരല്ലേ ഞങ്ങൾ. ഇവിടെ പരസ്പരം സോറിയും താങ്ക്സും ഒന്നും വേണ്ട ആര്യ. ഒറ്റ മനസ്സാണ്. തല്ലും പിടിയും വെല്ലുവിളിയും ഒക്കെ ഇവിടെ നടന്നിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആര്യം പറഞ്ഞിട്ടുണ്ട്, സാരില്ല, ഞാൻ 2 ദിവസം നിന്നെ ഞാൻ വേദനിപ്പിച്ചില്ലേ എന്നിങ്ങനെ ആര്യം പറയുമ്പോൾ മിത്ര പറഞ്ഞിട്ടുണ്ട്, ആര്യം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടല്ലോ. രണ്ടുപേരുടെ സമ്മതം ഇല്ലാതെ ഞാൻ പോയത് തെറ്റായിപ്പോയി അലോകിനെ കാണാനായിട്ട്. അപ്പോൾ ഉടനെ ആര്യം പറഞ്ഞിട്ടുണ്ട്, എടി എനിക്ക് അവൻ്റെ കാര്യം പറയേണ്ടതിന് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. നമ്മുടെ അനുശ്രീയോട് അവൻ ചെയ്തത്. ഉടനെ പൊത്തുന്നുണ്ട് നമ്മുടെ മിത്ര, മതി നിർത്ത്, ആ ചാപ്റ്ററെല്ലാം കഴിഞ്ഞു. ഇനി ആ കാര്യം പറഞ്ഞ് നമ്മൾ വീണ്ടും വഴക്കുണ്ടാക്കണ്ട. പോട്ടെ, സാരമില്ല. അങ്ങനെ അവർ ഭയങ്കര പരസ്പര സ്നേഹത്തോടു കൂടി കുറച്ച് നേരം അങ്ങനെ നിൽക്കാനുണ്ട്. അപ്പം ആര്യം പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം പറയാൻ നീ എനിക്ക് സഹായിച്ചു തരുമോ? എന്താ പറ? അല്ല, എന്നെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനോട് നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ, അതെല്ലാം ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കട്ടെ. അയ്യേ, അതാണോ? അതെല്ലാം ഞാൻ സത്യമായിട്ടാണോ പറഞ്ഞത്? ഞാൻ വെറുതെ തള്ളിയതാണ്, അത് വിശ്വസിച്ച് ആരിൻ്റെ ഒരു കാര്യമേ എന്നും പറഞ്ഞു ഇത്രയും തിരിച്ചൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ അപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ അച്യുതൻ ഭയങ്കര ദേഷ്യത്തിലാട്ടോ ചാടിക്കൊണ്ട് പറയുക, അവർ വെറുതെയാണ് കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ മിത്രയ്ക്ക് അവിടെ ഒരു സമാധാനവും ഇല്ല. എന്നിട്ടും അവൾ ഇങ്ങോട്ട് വരാത്ത എന്താ? അനന്തേട്ടൻ ഒരു പേരിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി അവളെ വിളിച്ചത്, ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആത്മാർത്ഥമായിട്ടല്ല വിളിച്ചത്, എല്ലാം കള്ളത്തരമാണ് എന്നും പറഞ്ഞ് അനന്തനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. രാജശ്രീയാണ് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെ കാര്യങ്ങളാണ്, പിന്നെ വെറുതെ ഒരു ചടങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനന്തേട്ടൻ പോയി വിളിച്ചിരിക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. അനന്തേട്ടനെ പോലീസ് സ്റ്റേഷനിൽ അന്ന് പോയിന്ന് പറഞ്ഞില്ലേ, ആര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം നമ്മളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കള്ള കഥയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവിടുന്ന് വന്നിട്ട് നമ്മുടെ ഒന്നും മുഖത്ത് പോലും നോക്കാതെ നേരെ മേളിലേക്ക് പോയില്ലേ, കുറ്റബോധം കൊണ്ടാണ്. അപ്പോൾ ഉടനെ നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്, ആ സ്വർണ്ണക്കഥ കേട്ടതോടുകൂടി ആര്യൻ ഏട്ടൻ്റെ മനസ്സിൽ വലിയൊരു പുണ്യാളനായി മാറിയിരിക്കുന്നു. ഉള്ളിലെ സന്തോഷമാണ് നമ്മളോട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോഴാണ് ധർമ്മൻ ഓടി ചെന്നിട്ട് പറയുക, എൻ്റെ അച്ചുവേട്ടാ, ആര്യനും ഇത്രയും അത്രയും സ്നേഹത്തോടെ കഴിയുക, അവർ ആര് വിചാരിച്ചും പിരിക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമല്ലോ, ഞാൻ അവിടെ ആയിരുന്നില്ലേ, ആര്യൻ്റെ ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയിട്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടുകളും ആ ബന്ധം കൂട്ടുകയുള്ളൂ. അപ്പോൾ ഉടനെ നമ്മുടെ രാജശ്രീ പറയാൻ കേട്ടോ, അങ്ങനെ അവർ ആ ബന്ധമെല്ലാം ഊട്ടി ഉറപ്പിച്ച് വളരെ സന്തോഷത്തോടെ അവരങ്ങ് ജീവിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ മോനും ജയിലിലും നമ്മളിവിടെയും കണ്ണീര് കുടിച്ച് കഴിയാട്ടോ. ഉടനെ അച്യുതനാണെങ്കിൽ ഓടിപ്പോയി അമ്മയെടുത്ത് പറയാം, അമ്മയുടെ കൈ തൊട്ട് ഞാനൊരു കാര്യം പറയാം, എൻ്റെ മോൻ അലോക് നാളെ കേസിൻ്റെ വിധി വരുവാണ്. അവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം 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 എന്നും പറഞ്ഞുകൊണ്ട് കുറേ സത്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. അമ്മയുടെ മനസ്സങ്ങ് ആടി ഒലയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞിട്ടോ, അമ്മയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ആവശ്യമില്ലാതെ സത്യം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ആണായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലോകം നാളെ തിരിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ
ആരും അച്യുതവർമ്മയെ കാണില്ല. സത്യം എന്ന് പറഞ്ഞ് കുറേ സത്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ധർമ്മൻ പറഞ്ഞിട്ട് എന്താ ഏട്ടാ ഈ മണ്ടത്തിലൊക്കെ പറയുന്നത്? അപ്പം നമ്മുടെ രാജശ്രീ ഓടിപ്പോയി പറയുന്നുണ്ട്, എന്താ അച്ചുവേട്ടാ ഇങ്ങനെയൊക്കെ? എടി ഞാനായിട്ട് ഇന്ന് വരെ ഒരു മണ്ടത്തിലും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കുകയാണ്. പിന്നെ ഇന്നത്തോടു കൂടി അത് പൂർണ്ണമാവുകയും ചെയ്തു. മിത്ര ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ജയം കിട്ടുമെന്ന് തോന്നി, അതും പോയി. ഇപ്പോൾ ഞാൻ നാളെ തന്നെ എൻ്റെ മോനെയും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, വേണ്ട, ഞാൻ പോവും, അത് ഉറപ്പാണെന്ന് പറഞ്ഞ് രാജശ്രീയെയും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇത് കണ്ടാൽ സഹിക്കാൻ പറ്റുമോ? അമ്മ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ അവിടെ നമ്മുടെ ഗോമതി വന്നിപ്പോണ്ട് ഗോമതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഗോമതി പിന്നെ ബാലൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്ത് പറയാൻ? അല്ല, ഞാനേ ബാലനെ പോയി കണ്ടിരുന്നേ, ബാലനോട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു, എനിക്ക് അത് പറയാൻ തന്നെ നാണക്കേടായിരുന്നു, എന്നിട്ടും നിവർത്തികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. എന്ത്? അല്ല, അലോകിൻ്റെ കാര്യമേ, അലോകിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ അവൻ്റെ അടുത്ത് ചെന്നത്. പക്ഷേ എനിക്ക് പ്രതീക്ഷയെല്ലാം പോയി. അവൻ പറഞ്ഞ ഓരോ വാക്കും വളരെ ശരിയുള്ളതാണ്. പക്ഷേ എനിക്കൊരു തെറ്റ് പറയാൻ പറ്റിയില്ല. എന്നാലും അലോകിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അതെനിക്കറിയാം. അവൻ്റെ മുത്തശ്ശിയല്ലേ ഞാൻ, അവൻ്റെ അതുപോലെ അനുമോളുടെ മുത്തശ്ശി തന്നെയാണ് ഞാൻ. എന്നാൽ അവൻ ചെയ്ത തെറ്റുകളൊന്നും ഞാൻ ന്യായീകരിക്കുന്നതല്ല ഗോമതി. എത്രയ്ക്കായാലും എൻ്റെ പേരക്കുട്ടി തന്നെയല്ലേ, അവനെയല്ലേ ഞാൻ കൂടുതലും വളർത്തിയതും സ്നേഹിച്ചതുമൊക്കെ. അനുസരിക്ക് സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് നീറുന്നുണ്ട്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. പക്ഷേ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല ഗോമതി എന്ന് പറയാം കേട്ടോ. ഓ, ഗോമതിക്ക് പിന്നെ അമ്മയുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗോമതിയുടെ അവസ്ഥ തീർന്നില്ലേ? പിന്നെ വീണ്ടും ഗോമതി ചോദിക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അനുമോളും അനുമോളുടെ മുത്തശ്ശിയല്ലേ, അമ്മയുടെ പേരക്കുട്ടിയല്ലേ അനുമോളും? അലോക് മാത്രമല്ലല്ലോ. അപ്പോൾ അവളോട് അവൻ എന്ത് തെറ്റ് ചെയ്തതൊക്കെ നിങ്ങളെ മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അതിനുള്ള ശിക്ഷ കിട്ടണ്ടേ അമ്മേ അവന് എന്നൊക്കെ ഇങ്ങനെ ഗോമതിയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണ്, നീ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ഒക്കെ ശരി തന്നെയാണ്, അതെല്ലാം എനിക്കറിയാം. എത്രയൊക്കെയായാലും അവന് ശിക്ഷ കിട്ടണമെന്ന് എനിക്ക് അറിയാം. ആ ശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുമോ? എൻ്റെ കണ്ണ് കൊണ്ട് കാണാനുള്ള ശക്തി എനിക്കില്ല. അച്യുതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ. അമ്മയുടെ സങ്കടത്തോടുകൂടിയാണ് പറയണത്. എന്നിട്ട് പറയണം, ആലോക്ക് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പൊട്ടിക്കരയാട്ടോ അവർ. അതോടുകൂടി നമ്മുടെ ഗോമതിയുടെ മനസ്സ് ഇളക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അനുമോള് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാനുണ്ടോ. അനുമോൾക്ക് ഭയങ്കര വിഷമായിപ്പോയി. മുത്തശ്ശി അവിടെ നിന്ന് കരയണ കാണുമ്പോഴത്തേക്കും അനുമോൾ എന്തോ മനസ്സിൽ തീരുമാനിച്ചതുപോലെ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതിയിലേക്ക് ആര്യനും അനുമോളും ബാലനും ഗോമതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻ പറയാനുണ്ട്, അതെ വക്കീൽ ഇപ്പോൾ വരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മോളെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഒന്നും തെറ്റിക്കാത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കണം. അന്നേരം വക്കീൽ വരുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ഞാൻ ചില പോയിന്റുകൾ പറഞ്ഞുതരാം, എന്തായാലും ജയം നമുക്ക് തന്നെയാണ്, അവന് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. നമ്മുടെ കേസ് വളരെ സ്ട്രോങ് ആണ്, കാരണം ഞാനിതെല്ലാം അന്വേഷിച്ചിട്ടാണ് വരുന്നത്, ഇന്നത്തോടുകൂടി തന്നെ വിധി വരും, അത് ഉറപ്പാണ്. ബാലനപ്പോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്, എന്ത് വന്നാലും അവൻ രക്ഷപ്പെടരുതെന്ന്. മിനിമം 7 വർഷത്തെ ശിക്ഷയെങ്കിലും കിട്ടുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ അനുമോളുടെ മനസ്സ് വീണ്ടും പതറി പോവാണ് കേട്ടോ. ആ വക്കീൽ പറഞ്ഞ, മോളെ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ, പ്രധാനപ്പെട്ട 1-2 പോയിൻറ്റ്സ് ഓർക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയാം. എതിർഭാഗത്തുള്ളവർ വീണ്ടും ഇതിന് മോളെ കുഴയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, രാത്രി അലോകിൻ്റെ കൂടെ പോയ കാര്യം വെച്ചിട്ടായിരിക്കും. അത് വീണ്ടും നിന്നോടത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ വേണം മറുപടി പറയാനെന്നും പറഞ്ഞുകൊണ്ട് വക്കീലിൻ്റെതായിട്ട് രീതി പറഞ്ഞു കൊടുക്കണം കേട്ടോ അനുമോൾക്ക്. ആ സമയത്ത് ബാലനെ വിളിച്ച് ഗോമതി മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ബാലൻ ചോദിക്കണം, നീ എന്തിനാ എന്നെ മാറ്റി നിർത്തി സംസാരിക്കണം? എനിക്കൊരു കാര്യം പറയാണ്ട് ബാലേട്ടാ. എന്താണ്? അതല്ല, നമ്മുടെ അലോക് കഴിഞ്ഞ തവണ ആയപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ അവന് ചില കുറ്റബോധങ്ങളൊക്കെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലൻ പറഞ്ഞിട്ട്, നിനക്കിപ്പോൾ എന്താ അവന് ശിക്ഷ കൊടുക്കേണ്ടെന്നാണോ? അങ്ങനെയല്ല, ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ മതി. ഇതിപ്പോൾ എത്രയൊക്കെ ആയാലും അവന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഇതാവും, എൻ്റെ അമ്മ തകർന്നു പോവും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ തകർന്നു പോവും, അപ്പോൾ നിൻ്റെ മോളെക്കുറിച്ച് നിനക്ക് ചിന്തയില്ലേന്ന് ചോദിക്കുക. അതെ, എൻ്റെ മോളെക്കുറിച്ചും ചിന്തയുണ്ട്, അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടണം, 7 വർഷത്തെ വലിയ കഠിന തടവൊന്നും കൊടുക്കണ്ടെന്നാണ് പറയണമെന്ന് ഗോമതി. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അതിന് ജഡ്ജി ഞാനല്ലല്ലോ, ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയല്ലേ, അദ്ദേഹം എന്ത് പറയുന്നു അതല്ലേ നടപ്പാക്കേണ്ടതെന്ന് ബാലൻ ചോദിക്കുക. ഗോമതിയാണെങ്കിൽ ഒറ്റ ഇതിൽ നിൽക്കുക കേട്ടോ, ബാലട്ടാ അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മനസ്സ് തകർന്ന് ചിലപ്പോൾ മരിച്ചു പോകും, മനസ്സ് പൊട്ടി. കാരണം എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല, അലോകിനെ അങ്ങനെയാണ് അവർ വളർത്തിയത്. നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മോളെ ബലിയാടാക്കണോ? എൻ്റെ അനുമോൾ എന്തെല്ലാം അനുഭവിച്ചു അത് നീ മറന്നുപോയോ? അതൊക്കെ ശരി തന്നെയാണ്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവന് ശിക്ഷ കൊടുക്കണം. പക്ഷേ ബാലൻ പറഞ്ഞിട്ടുണ്ട്,
നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് മാറ്റാനൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. ബാലേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഇനി ഈ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ, വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ അലോകിന് കടുത്ത ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അത് കേട്ടിട്ട് എൻ്റെ അമ്മ നെഞ്ച് പൊട്ടി തകർന്ന് മരിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മൾ ഈ സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഒരിക്കലും നമുക്കത് പൊറുക്കാനോ മറക്കാനോ പറ്റില്ല ബാലേട്ടാന്ന് പറഞ്ഞു. ഗോമതി അങ്ങോട്ട് കണ്ണീരും കയ്യും ഒക്കെ ആയിട്ട് കോടതിക്ക് മുന്നിൽ നിന്ന് ബാലൻ്റെ മുന്നിൽ നിന്ന് കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ബാലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇടിയും അല്ലെങ്കിൽ തന്നെ അലോക് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മുടെ എന്തോ പാവം പോലെ നിന്നൊക്കെ അഭിനയമാണ്. എതിർഭാഗത്തുള്ളവർ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ദയയോട് നിൽക്കണം, ക്ഷമയോടെ നിൽക്കണം, കാല് പിടിക്കണമെന്നൊക്കെ. അതൊക്കെയാണ് അന്ന് അവൻ കാണിച്ചത്. അതും കണ്ട് നീ തകർന്നു പോകരുത്. ഇല്ല, ഞാൻ അതൊന്നും കണ്ട് അതൊക്കെ ശരി കള്ളമാണെന്ന് വിചാരിക്കുക. പക്ഷേ എൻ്റെ അമ്മയുടെ മനസ്സ് അത് കള്ളമാണോ? എനിക്ക് എൻ്റെ അമ്മയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയും അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അവസാനം ബാലൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഞാൻ മുന്നോട്ട് വെച്ച കാലി പിന്നോട്ടെടുക്കുക ഇല്ല ഗോമതി എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറയാണ്. ബാലൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഗോമതിക്ക് മനസ്സിലായി. പക്ഷേ അനുമോൾക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.